ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം എന്താണ്, അത് വിജയിക്കാനുള്ള കുറച്ച് വഴികളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനികളെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മാക്സിമം ചാർട്ട് പാറ്റേൺ നോക്കിക്കഴിയുമ്പോൾ എന്താ, ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ളതാണ്. അപ്പം ഏത് കാലത്ത് നിക്ഷേപിച്ചാലും അത് അവസാനം അത് എത്തി നിൽക്കുന്നത് പ്രോഫിറ്റിൽ തന്നെയാണ്. അപ്പം ഈ ഒരു പാറ്റേൺ പോലെ ആയിരിക്കണം നമ്മുടെ പോർട്ട്ഫോളിയോ. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ റീസൺ എന്നാണെന്നറിയാം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കിൻ്റെ കുഴപ്പം കൊണ്ടാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാതെ എടുക്കുക, നമ്മുടെ ആ ലെവലുകൾ നോക്കി മനസ്സിലാക്കാതെ ആ കമ്പനിയുടെ ഭാവിയെ പറ്റിയൊക്കെ നോക്കി നന്നായിട്ട് പഠിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഈ ഒരു നഷ്ടം അങ്ങോട്ട് മാറ്റുകയും നമുക്കെപ്പോഴും പ്രോഫിറ്റിൽ നിൽക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ലക്ഷ്യബോധം ഇല്ലാണ്ട് പോകും. പല കാര്യങ്ങൾക്കും നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാവും. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 15 കൊല്ലം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തും, എന്താണ് അതിൻ്റെ അകത്തെ ഉദ്ദേശം എന്നുള്ളത് നമുക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ, ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ എത്തിച്ചേരുള്ളൂ. ഇപ്പം നമ്മൾ ചെറുപ്പകാലത്ത് നേഴ്സറി മുതൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്, ആ നമ്മുടെ ലക്ഷ്യം എന്നാ, പഠിച്ച് ഓരോ ക്ലാസ് ഉയർന്നു വരുമ്പോഴും നമുക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിക്കും, പുതിയ പുതിയ കാലങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിച്ച് ഓരോ ക്ലാസ് കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ സ്റ്റാൻഡേർഡ് ഉയർന്നു കഴിയുമ്പോഴും നമ്മൾ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് മാറി വലിയൊരു നേട്ടമാണ് നമ്മൾ കൈവരിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മൾ തുടങ്ങുന്ന കാലം മുതൽ ഒരു നഴ്സറി സ്റ്റുഡൻ്റ് എന്ന പോലെ തുടങ്ങി ആ ഓരോ കാലഘട്ടം കഴിയുന്തോറും നമുക്ക് പുതിയ അറിവുകളും പുതിയ കാര്യങ്ങളൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് തന്നെ നമ്മുടെ ഒരു ടാർഗറ്റ് അതൊരു ചെറിയ 1-2 കാലഘട്ടത്തിലേക്ക് വേണ്ടിയുള്ള ടാർഗറ്റല്ല, വലിയൊരു 10, 15, 20 കൊല്ലത്തേക്ക് വേണ്ട നീണ്ട ടാർഗറ്റ് നമുക്ക് വേണം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനു വേണ്ടി ഓരോ കൊല്ലത്തിലും മിനിമം ഒരു 12% അല്ലെങ്കിൽ 15% റിട്ടേൺ എല്ലാ കൊല്ലവും മിനിമം നേടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനെന്ത് വേണം, ഈ പറഞ്ഞ ഇതിൻ്റെയൊക്കെ നമ്മൾ വാങ്ങിച്ച് വിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു കണക്ക് നമ്മുടെ കയ്യിലെപ്പോഴും ഉണ്ടാവണം. അതെപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിശ്ചിത കാലയളവിന് ഇടയിൽ നമ്മളത് വിലയിരുത്തണം. എന്തുകൊണ്ടത് ഞാൻ ഈ പറഞ്ഞ ടാർഗറ്റ് എത്തുന്നുണ്ടോ, എത്തിയില്ലെങ്കിൽ അതെന്താണ് കാരണം, ഞാൻ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മളെപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ വിലയിരുത്തുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ ആ മിസ്റ്റേക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, തിരുത്തണം. ആ തിരുത്തി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പോർട്ട്ഫോളിയോ പിന്നീട് അങ്ങോട്ട് പതുക്കെ വളർന്ന് വരുമ്പോഴത്തേനും നമുക്ക് തന്നെ ആത്മവിശ്വാസമാവും. ഈ സ്റ്റോക്കുകളിന് തന്നെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് സ്റ്റോക്ക് വളരാതിരുന്നത്. നമ്മൾ വളരണമെങ്കിൽ നല്ല സ്റ്റോക്കുകൾ എടുക്കണം, അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തണം. എന്നാൽ മാത്രമാണ് നമുക്കെപ്പോഴും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, ഈ ഒരു വലിയ ജേർണിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കുകളുടെ പറ്റി പഠിക്കാത്ത. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിഫ്റ്റി 50യുടെ ചാർട്ട് എടുത്ത് നോക്കിയേ, ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റം. ഓരോ വലിയ ക്രാഷിന് ശേഷം, വലിയ ഇടിവിന് ശേഷവും ഈ ഇത് ഇവിടെ നിൽക്കുകയല്ലേ, വീണ്ടും അത് ഒരു കൺസോളിഡേഷൻ ചെയ്ത് പുതിയ ഉയരങ്ങളിലേക്ക് പോവുക.
അപ്പോൾ നമ്മളിപ്പോൾ പലരും എന്ത് ചെയ്യുന്നത്, ഈ ക്രാഷിൻ്റെ സമയത്ത് എത്ര നല്ല സ്റ്റോക്കാണെങ്കിലും ഇത് കമ്പനിയുടെ പ്രശ്നം കൊണ്ടാണോ അതെയോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തമായിട്ട് ഇടിയുന്നതാണ്, അങ്ങനത്തെ ഒന്നും ചിന്തിക്കാതെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വലിച്ചെറിയുന്നതിന് പകരം ഇത് എന്തുകൊണ്ട് ഇടിയുന്നത്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പോണതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പോണത് വേറെ കേസ്. ഇതല്ല, നമ്മുടെ നല്ല സ്റ്റോക്കുകളാണെങ്കിൽ അത് എന്തുകൊണ്ട് ഇടിയുന്നു, അത് അങ്ങനത്തെയുള്ള കേസുകൾ നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് അത് പിന്നീട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വരാൻ പറ്റിയ കമ്പനിയാണോ, അങ്ങനത്തെ കേസുകൾ നമ്മൾ പഠിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് കറക്ഷൻ വന്നു എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ പഠിക്കണം. കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്നാ ഈ 2024 100% മുകളിൽ റിട്ടേൺ നൽകാൻ പറ്റിയൊരു തുടക്കകാലത്ത് തന്നെ നിക്ഷേപിക്കാൻ പറ്റിയൊരു കമ്പനി ഏതാ? അത് നമുക്ക് ജിയോ ഫിനാൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവരുടെ മാനേജ്മെൻറ്റ് ഒരു നല്ല മാനേജ്മെൻറ്റാണ്. നല്ല ഇത്രയും കാലഘട്ടത്തിലും അവരുടെ നല്ലൊരു മുകളിലേക്ക് തന്നെയാണ് അവരുടെ മാനേജ്മെൻറ്റ് എപ്പോഴും തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഈ ഒരു കമ്പനി നമുക്ക് ഓരോ കാലഘട്ടത്തിലും നമുക്ക് വലിയൊരു ടാർഗറ്റ് വെച്ച് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കമ്പനിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ ടെക്നോളജി അടുത്ത കമ്പനി. ഇതും നമുക്ക് നല്ലൊരു വിശ്വാസ്യതയുള്ളൊരു ടീമും നല്ലൊരു മാനേജ്മെൻറ്റും നല്ലൊരു ഉയർച്ചയിലേക്ക് എപ്പോഴും തിങ്ക് ചെയ്യുന്ന, നമ്മൾ ഏത് പ്രതിസന്ധിയും മറികടക്കാൻ പറ്റിയൊരു ടീമുകളാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കമ്പനികളും സെലക്ട് ചെയ്യേണ്ട ഒരു മേഖലയും നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ആ കമ്പനികളും ആ കമ്പനി ഏത് മേഖലയിലാണ് നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഏത് സ്റ്റോക്ക് സെലക്ട് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ വലിയൊരു ടാർഗറ്റ് വേണം. അത് എത്ര ശതമാനം ഷോർട്ട് ടൈം ആണെങ്കിലും ട്രേഡിംഗ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് വലിയൊരു ടാർഗറ്റ് വേണം. ആ ടാർഗറ്റിലേക്ക് എത്താൻ പാകത്തിൽ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ആ ടാർഗറ്റിലേക്ക് എത്തുന്നുണ്ട്. എത്തിയില്ലെങ്കിൽ അത് എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് നമ്മളെപ്പോഴും വിലയിരുത്തണം. എന്നിട്ട് തന്നെ വേണം ആദ്യത്തെ തെറ്റ് തിരുത്തി എപ്പോഴും മുന്നേറി എല്ലാ കൊല്ലത്തിലെ ഒരു നിശ്ചിത കാലയളവിൽ നമ്മൾ വളരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നത്. ഇത് ബൈയോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനികളെ പരിചയപ്പെടുത്തി എൻ്റെ ഒരു ചെറിയ അറിവ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.